തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിനാൽ വീണ്ടും സർജറി മാറ്റിവെച്ചു. യൂറോളജി വകുപ്പിൽ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന സർജറിയാണ് മാറ്റിയത്. ഉപകരണം എത്തിക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. പ്രശ്നങ്ങൾക്കിടെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പലിന് കത്ത് നൽകി. രോഗികളിൽ നിന്ന് പണം പിരിവെടുത്ത് ഉപകരണം വാങ്ങി ശസ്ത്രക്രിയ നടത്തരുതെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഉപകരണമില്ലെങ്കിൽ മേൽ അധികാരികളെ അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇതു പറഞ്ഞ് 48 മണിക്കൂർ തികയുന്നതിന് മുൻപേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി. യൂറോളജി വകുപ്പിൽ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് മുടങ്ങിയത്. RIRS ഫ്ലെക്സിസ്കോപ്പ് ഉപകരണം വകുപ്പിലില്ല. ഇക്കാര്യം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നേരത്തെ അധികൃതരെ അറിയിച്ചിരുന്നു. ചെന്നൈയിൽ നിന്ന് ഉപകരണം വിതരണക്കാർ എത്തിക്കാത്തതാണ് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇത് പരിഹരിക്കാനുള്ള ഇടപെടൽ തുടങ്ങിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും വ്യക്തമാക്കി. 56,000 രൂപയോളം വില വരുന്നതാണ് ഉപകരണം. ശസ്ത്രക്രിയ നിശ്ചയിച്ചവരോട് പിന്നീട് വരാനും ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ രോഗികളിൽ നിന്ന് പിരിവ് നടക്കുന്നുണ്ടെന്നും അത് വേണ്ടെന്ന് വെക്കണമെന്നും പറഞ്ഞ മന്ത്രി ഉപകരണം എങ്ങനെ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അതിനിടെ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പലിന് കത്ത് നൽകി. ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടറായ തനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന് കാട്ടിയാണ് സൂപ്രണ്ട് കത്ത് നൽകിയത്. അതേസമയം തുടർച്ചയായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്ഥാനത്ത് നിന്നുള്ള പിന്മാറ്റമെന്നും സൂചനയുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.